ഇങ്ങനെ ഇമേജിനെ നമുക്കറിയാം, ഒരു വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ഉണ്ടാവും, അതേപോലെ ഇമേജുകൾ ഉണ്ടാവും. നമ്മൾ ടെക്സ്റ്റ് ഡിഫറെൻറ്റ് രീതിയിൽ കാണിക്കുന്നത് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് നോക്കുന്നത്, ഈ സെഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇമേജ് കാണിക്കാൻ പറ്റുന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇമേജ് 2 രീതിയിൽ നമുക്ക് ഇമേജ് കാണിക്കാൻ പറ്റും. ഒന്ന്, ഇമേജിനെ നമുക്ക് നമ്മുടെ ഫോൾഡറിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുള്ള രീതിയിലുള്ളത്. ഇപ്പം നമ്മൾ തന്നെ സ്വന്തം ഇമേജുകളാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കോപ്പി ചെയ്യുന്ന ഇമേജസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫോൾഡർ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള ഇമേജസിനെ ഞാൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ പ്ലസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ തൽക്കാലം ഇവിടെ കോപ്പി ചെയ്ത് വെച്ച്, ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ logo01.png എന്ന് പറയുന്നത് അതൊരു PNG ഫയലാണ്. അതിന് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ഡി ഡ്രൈവിലുള്ള വർക്ക് സ്പേസിനുള്ളിൽ HTML പ്രാക്ടീസിനുള്ളിൽ 01ൻ്റെ ഉള്ളിൽ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇമേജിനെ എടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ സൈറ്റുകളുണ്ട്. ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഈ പെക്സെൽസ് എന്ന് പറയുന്നത്. പെക്സെൽസ് എന്നുള്ള സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഫോട്ടോസ് സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു എന്തിന് വേണ്ടിയുള്ളതും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് ടൈപ്പ് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ടൈപ്പ് ഫോട്ടോസ് കിട്ടും. എല്ലാത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബിസിനസ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഏത് വെബ്സൈറ്റിലും ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം തൽക്കാലം ഞാൻ അപ്കോഡിൻ്റെ ലോഗോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഫോട്ടോ ഇവിടെ ഒരു കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ടാഗ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇമേജ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക IMG എന്ന് പറയുന്ന ഒരു ടാഗാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് അതിൻ്റെ ഈ സോഴ്സ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള SRC നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഈ ഫോൾഡർ, ഈ ഇമേജ് കിടക്കുന്നത് ഇതിൽ സിസ്റ്റം നോക്കൽ നമ്മളെ ഇപ്പം ഞാൻ ഈ കോഡ് കൊടുക്കുന്നത് index.html ആണല്ലോ. index.html നിൽക്കുന്ന അതേ ലൊക്കേഷനിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ളത് അതേ ലൊക്കേഷനിലല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ നെയിം കൊടുക്കണം. എന്നിട്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതേ നോക്കുള്ളൂ കേട്ടോ. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പാത്താണ് നോക്കുക. അവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇമേജസ് എന്ന് പറയുന്ന സബ് ഫോൾഡറിൻ്റെ ഉള്ളിൽ logo01.png എന്ന് പറയുന്ന ഇമേജാണ് നമുക്ക് കാണിക്കേണ്ടത്. എന്നിട്ട് ഇമേജ് ടാഗിന് എനിക്ക് ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ വേറെ, പിന്നെ സാധാരണ നമ്മളിപ്പോൾ ഒരു ഹെഡിങ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ, ഞാൻ H1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ H1ൻ്റെ ഈ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിലുള്ള കണ്ടന്റ് ഏരിയയിലാണല്ലോ നമ്മൾ ആക്ച്വൽ കണ്ടന്റ് കൊടുക്കുന്നത്. ഇവിടെ പക്ഷേ ഇമേജിനെ സംബന്ധിച്ച് കണ്ടന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സാണ്. സോഴ്സ് നമ്മൾ ഈ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആയിട്ടാണ്, ഈ IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്. SRC = എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇങ്ങനെ പിന്നെ ക്ലോസിംഗ് ടാഗ് നമ്മൾ ഒരിക്കലും IMG ടാഗിന് ഉപയോഗിക്കില്ല. IMG ടാഗിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാം അതിൻ്റെ കൂടെ തന്നെ ക്ലോസ് ചെയ്യലാണ്. ഓക്കെ, ഞാനിങ്ങനെ ഇമേജ് കൊടുത്തു, IMG SRC = ഫോൾഡർ നെയിം / ഫയൽ നെയിം. ഇതിൽ എനിക്ക് ആ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിൽ ഇമേജ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു ഹെഡിങ് കൂടെ കൊടുക്കാം. നമുക്കിവിടെ ടെക്സ്റ്റും കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ താഴെ ഇമേജും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇത്രയും സൈസിൽ കാണണ്ട. ഇപ്പം നമ്മൾ വിഡ്ത്തും ഹൈറ്റിലും നമ്മൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമേജിന് എത്രയാണോ സൈസുള്ളത് ആ ഫുൾ സൈസിൽ സ്ക്രീനിൽ കാണിക്കും. എനിക്ക് ഒരു സ്പെസിഫിക് വിഡ്ത്ത് ഞാൻ കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 200 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീന് എന്ത് ഇമേജ് ആണെങ്കിലും എന്താണെങ്കിലും സ്ക്രീനിൽ കാണിക്കുന്നത് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ്. അത് നമ്മൾ പിക്സൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു 200 പിക്സൽ സൈസിൽ എനിക്ക് ഇതിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ 200 കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വിഡ്ത്ത് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഹൈറ്റ് മാത്രമാണെങ്കിൽ ഹൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു 200 പിക്സൽ ഹൈറ്റ് ഒരു 100 പിക്സൽ ഹൈറ്റ് ഞാൻ കൊടുത്തു. എന്ത് ചെയ്യും? അപ്പോൾ അതിനനുസരിച്ച് വിഡ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, പ്രൊപ്പോർഷണലി കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഞാൻ വിഡ്ത്തും ഹൈറ്റും കൊടുക്കുകയാണ്. ഞാൻ തീരുമാനിക്കുകയാണ് ഹൈറ്റ് 100 പിക്സലും അതേപോലെ വിഡ്ത്ത് ഇപ്പോൾ ഒരു 400 പിക്സലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിനെ അത് ആ സൈസിൽ ഞാൻ പറയുന്ന സൈസിലോട്ട് ആക്കി മാറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അതിനെ ആകെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷണലല്ല. കാരണം പ്രൊപ്പോർഷൻ നോക്കാതെയാണ് ഞാൻ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് വിഡ്ത്തും ഹൈറ്റ് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇമേജ് IMG ടാഗിൻ്റെ അല്ലെങ്കിൽ ഇമേജ് ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നതെല്ലാം. ഓക്കെ. ഇനി എനിക്ക് ഇപ്പോൾ ഈ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ഞാനൊരു വേറെ ഫോൾഡർ ഇവിടെ പുറത്ത് ക്രിയേറ്റ് ചെയ്യാണ്. about.html എന്ന് പറയുന്നൊരു about എന്ന് പറയുന്ന ഒരു ഫയല് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാനൊരു about.html എന്ന് പറയുന്ന ഒരു HTML ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഞാൻ വന്നിട്ടൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ആ ഇമേജ് എനിക്ക് ഇവിടെയും ഉപയോഗിക്കണം. IMG_SRC ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഞാൻ നിൽക്കുന്നത് എബൌട്ട് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള എബൌട്ട് എന്ന് പറയുന്ന ഫയലിലാണ് ഞാൻ കോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഇമേജസ് എന്നുള്ളതിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഫയൽ നിൽക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് എബൌട്ട് ഫോൾഡറാണ്. ഇതിൻ്റെ ഒരു ലെവൽ മേലോട്ട് പോയിട്ട് ഇമേജസിനെ നോക്കണം അല്ലേ? എബൌട്ടിൻ്റെ പാരൻറ്റ് ഫോൾഡറിൽ പോയിട്ട് അവിടെ നിന്ന് ഇമേജസിനെ നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും കോഡ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ പാത്ത് കൊടുക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഇപ്പം കറലി നിൽക്കുന്നത് അവിടെ നിന്ന് നോക്കിയിട്ടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എബൌട്ട് HTML ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം എൻ്റെ പാരൻറ്റ് ഫോൾഡറിലോട്ട് പോകണം. അങ്ങനെ പാരൻറ്റ് ഫോൾഡറിൽ പോകാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ഡോട്ട് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. // എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഫയൽ ഏതാണോ അതിൻ്റെ ആ നിൽക്കുന്ന ഫോൾഡറിൻ്റെ ഈ ഫയൽ നിൽക്കുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിൻ്റെ പാരൻറ്റ് ഫോൾഡറിലേക്ക് പോകും. എന്നുവെച്ചാൽ ഞാൻ നിൽക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് എബൌട്ട് ഫോൾഡറാണ്. അതിൻ്റെ പാരൻറ്റ് ഫോൾഡർ എന്ന് പറയുന്നത് HTML01 എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ എബൌട്ടിൻ്റെ ഉള്ളിലുള്ള ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ പാരൻറ്റ് ഫോൾഡർ എന്ന് പറയുന്നത് ഏതാണ്? HTML01 ആണ്. ഈ HTML01ൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് ഇമേജസ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് logo.png എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് // എന്ന് പറയുമ്പോൾ ഈ HTML01 എത്തി. പിന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? images/logo01.png എന്ന് പറയുന്ന ഫയലിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് 2 ലെയർ ഇപ്പോൾ HTML01 മേലുള്ള ഒരു ഫോൾഡറിന് മേലെ പോയി എന്നിട്ട് അവിടെ നിന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? // കൊടുത്തിട്ട് വീണ്ടും // കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 ലെവൽ പാരൻറ്റ് മേലോട്ട് കയറിപ്പോകും. എന്നിട്ട് അവിടെ നിന്നുള്ള ഫോൾഡർ നോക്കിയിട്ട് വരും. അപ്പോൾ ഈ .. എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ കറണ്ട് ലൊക്കേഷനിൽ സബ് ഫോൾഡറിൽ നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നേരെ ഇമേജസ് / എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ പാത്ത് കൊടുക്കുന്നത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഇതിന് നമ്മൾ ലൈസറിൽ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടന്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇമേജ് എങ്ങനെ കൊടുക്കാന്നുള്ളത് നോക്കി, അതിൻ്റെ ആട്രിബ്യൂട്ട് ഹൈറ്റും വിഡ്ത്തും എങ്ങനെ കൊടുക്കാന്നുള്ളതെല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് വേറൊരു ഡീറ്റെയിൽസ് നോക്കേണ്ടത്, നമുക്കറിയാം നമുക്ക് എല്ലാ വെബ്സൈറ്റിലും ഒരുപാട് ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വെബ്സൈറ്റിനാണെങ്കിലും നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്ക് ഒരുപാട് ലിങ്കുകൾ
ഇപ്പം ഈ അബൌട്ട് അസ്, സർവീസസ് ഇതുപോലത്തെ ഒരുപാട് ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ പേജിലോട്ട് പോകും. ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് ഇപ്പം അപ്പോൾ ഇതെല്ലാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ തന്നെ സൈറ്റിലുള്ള സർവീസസ് എന്ന് പറയുന്ന ഒരു പേജിലോട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്റേണൽ പേജിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വെബ്സൈറ്റിലുള്ള ഇന്റേണൽ പേജിലോട്ടാണ് പോകുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇപ്പം പിന്നെ ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്, ഈ ലിങ്കെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത്, ഇതിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഓപ്പൺ ആയത് വേറൊരു ടാബിലാണ് ഓപ്പൺ ആയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇന്റേണൽ പേജ് ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഈ സർവീസസിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഞാൻ സർവീസസ് മാറിയിട്ട് കരിയേഴ്സിൽ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സ്ഥലത്ത് തന്നെ പുതിയ പേജ്, അതേ ടാബിൽ തന്നെ പുതിയ പേജ് ഓപ്പൺ ആകുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ അത് നേരെ ഓപ്പൺ ആകുന്നത് പുതിയ ടാബായിട്ടാണ്. അപ്പം ഇങ്ങനെ പുതിയ ടാബായിട്ട് ഓപ്പൺ ആകുന്ന പിന്നെ കേസും ഉണ്ടാവും. അതേപോലെ ഇന്റേണൽ പേജ് ആണെന്നുണ്ടെങ്കിൽ സെയിം ടാബിൽ തന്നെ ഓപ്പൺ ആകുന്ന കേസ് രണ്ടും ഉണ്ടാവും. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്ന ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആങ്കർ ടാഗിന് നമുക്കിവിടെ ഇപ്പം സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പിന്നെ ഈ കാണുന്ന പോലത്തെ ടെക്സ്റ്റാണ്. പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് href എന്ന് പറയുന്ന href ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ലിങ്ക് കൊടുക്കണം. അപ്പം ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇന്റേണൽ പേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഇമേജിൻ്റെ പാത്തെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ അബൌട്ട് HTML പാത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് index.html ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോൾഡർ, ഞാൻ നിൽക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് HTML01 ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അബൌട്ട് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, about/about.html എന്ന് പറയുന്ന ഒരു ഫയലിലോട്ടാണ് ഞാൻ, ഇന്റേണൽ പേജാണ്, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ അബൌട്ട് എന്ന് പറയുന്നത് വന്നു. അപ്പോൾ പിന്നെ അതിന്മേലെ ഞാൻ ഹോവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ലെഫ്റ്റിൽ ബോട്ടത്തിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് എങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യാനുള്ള ലിങ്കാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന അതേ പാത്ത് /about/about.html ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന അതേ ടാബിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ പുതിയ പേജ് ഓപ്പൺ ആയത്. ഓക്കെ, ഞാൻ ബാക്ക് ബട്ടൺ അടിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നതുകൊണ്ടും. അപ്പോൾ ഇങ്ങനെ സെയിം ടാബിൽ തന്നെ ഓപ്പൺ ആക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ പാത്ത് about/about.html ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെ വേറെ ഒരു ടാബിൽ ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ടാർഗറ്റാണ്. ഈ ടാർഗറ്റ് വെച്ചിട്ടാണ് എവിടെ ഓപ്പൺ ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഞാനിങ്ങനെ ടാർഗറ്റ് ഈക്വൽ ടു _self എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇവിടെ തന്നെ സെയിം ടാബിൽ തന്നെ സെൽഫ് ടാബിൽ തന്നെയാണ് പുതിയ പേജ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ശരിക്കും എടുക്കുന്ന ടാർഗറ്റ് സെൽഫാണ്. നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അത് ഓപ്പൺ ആകുന്നത്. ഇനി ഞാൻ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് പുതിയ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് സെൽഫ് തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടാർഗറ്റ് ഈക്വൽ സെൽഫ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കുന്ന സമയത്ത് മനസ്സിലായി ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ നമുക്കൊരു നോർമൽ പേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സെൽഫും അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ ബ്ലാങ്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടാബിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പുതിയ ടാബിൽ നമ്മുടെ പേജ് ഓപ്പൺ ആക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് റിഫ്രഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കി മനസ്സിലായത് പുതിയ ടാബിലാണ് ഓപ്പൺ ആയത്. പഴയത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, പുതിയ ടാബിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഏതാണോ കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് സെയിം ടാബിൽ ഓപ്പൺ ആവണോ അതോ ബ്ലാങ്ക് ആയിട്ടുള്ള പുതിയ ടാബിൽ ഓപ്പൺ ആവണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ
ഈ ഇതിൻ്റെ ആങ്കർ ടാഗ് എന്നോ അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്നെല്ലാം പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ ആങ്കർ ടാഗ് എന്നുള്ളത് വിളിക്കും, അല്ലെങ്കിൽ വിളിക്കുക ഹൈപ്പർ ലിങ്ക് എന്നുള്ളതാണ്. വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേ ടാഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല കേട്ടോ കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്താണ്, ടെക്സ്റ്റ് മാത്രമാണല്ലോ കാണിക്കുന്നത് എബൌട്ട് എന്നുള്ളത്. ടെക്സ്റ്റ് മാത്രമല്ല കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇമേജിനെ നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇമേജിനെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കൊടുത്തിട്ടുള്ള പിന്നെ ടെക്സ്റ്റ് എബൌട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് മാറ്റിയിട്ട് ഞാൻ ഇമേജാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ കർസർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഹൈപ്പർ ലിങ്ക് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പുതിയ ടാബിൽ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആങ്കർ ടാഗിൻ്റെ കണ്ടന്റ് ആയിട്ട് എന്തും കൊടുക്കാൻ പറ്റും. ഇമേജ് കൊടുക്കാം, വീഡിയോ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, എന്ത് രീതിയിലുള്ള കണ്ടന്റ് നമുക്ക് ഈ ആങ്കർ ടാഗിൻ്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇമേജ് നോക്കി, ആങ്കർ ടാഗ് നോക്കി. ഇനി നമുക്ക് ഇത് രണ്ടിലും നമ്മുടെ ലോക്കലി ഉള്ള നമ്മുടെ ഫോൾഡറിലുള്ള ഒരു ഫയലിലേക്കാണ് റീഡയറക്ട് ചെയ്തത്. ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ലോക്കലി ഉള്ള ഒരു ഇമേജിനാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ നമുക്ക് ചിലപ്പോൾ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമേജിനെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന ഇമേജസിനുള്ള നമുക്ക് ഇതവിടെ ഡൈനാമിക് ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുള്ള ഇമേജിനെ നമുക്ക് കാണിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് ഇമേജിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് തൽക്കാലം കീബോർഡിൻ്റെ വെബ്സൈറ്റ് എന്നുള്ള കീബോർഡിൻ്റെ ഈ ലോഗോ ഇമേജ് തൽക്കാലം ഈ ഒരു ഇമേജിൻ്റെ ഇതിനെ ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇൻസ്പെക്ട് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും ഒരു IMG_SRC കൊടുത്തിട്ടുള്ള ഒരു ഇമേജിൻ്റെ പാത്താണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പാത്തിന് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി ലിങ്ക് അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ HTML അടിയിൽ ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന കണ്ടന്റ് എല്ലാം നമുക്കിവിടെ പിന്നെ ഈ ഒരു പോർഷനിൽ കാണുന്നുണ്ട്. നമുക്കറിയാം ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഏരിയയിൽ കാണിക്കും അല്ലേ. എനിക്കിനി ഒരു ടെക്സ്റ്റ് കൊടുക്കണം, പക്ഷെ അത് അവിടെ കാണിക്കാനുള്ളതല്ല, പിന്നീട് ഒരു വരുന്ന ഡെവലപ്പർക്ക് മനസ്സിലാവാനുള്ളതാണ്. അതിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് HTML കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കമൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് >_, കൊടുത്ത് പിന്നെ _, സിമ്പിൾ, ഇതാണ് അതിൻ്റെ ക്ലോസിങ് സിമ്പിൾ. ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ കമൻറ്റ് എന്നാണ് വിളിക്കാം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് എവിടെയും ഡിസ്പ്ലേ ഒന്നും ചെയ്യില്ല, വരുന്ന ഡെവലപ്പർക്ക് കോഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണുള്ളത്. അതിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഇമേജിനെ നമ്മൾ നേരത്തെ നോക്കി എന്താണ് ലോക്കലി ഉള്ള ഇമേജിനെ കൊടുക്കുന്നത് നോക്കി. ഇനി നമുക്ക് ലോക്കലി ഉള്ളതല്ല, ഏതെങ്കിലും സെർവറിൽ കൊണ്ടുപോയിട്ടുള്ള ഇമേജിനെ എനിക്ക് ഡയറക്റ്റ് ഇവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, IMG_SRC എന്ന് പറഞ്ഞിട്ട് ആ ഇമേജിൻ്റെ പാത്ത് ഇവിടെ ഫുൾ പാത്ത് HTTP ആണ് HTTPS ആണോ ആ കംപ്ലീറ്റ് പാത്ത് തന്നെ കൊടുക്കണം. അല്ലാണ്ട് പോർഷൻ ഓഫ് പാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് പാത്തും കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ലോക്കലി കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ്, ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്ത് വരുന്നത് ഇൻ്റർനെറ്റിൽ നിന്നാണ്, keyboard.comൻ്റെ ആക്ച്വൽ ഫോൾഡറിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജ് കാണാൻ കഴിയില്ല. ഓക്കെ, ലോക്കലി ഉള്ളതാണെങ്കിൽ നമ്മുടെ സെയിം ഫോൾഡറിലായതുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ സൈറ്റിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ കാണാൻ കഴിയില്ല. ബാക്കി ഏകദേശം അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു വിഡ്ത്തും ഹൈറ്റും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാനൊരു പിന്നെ 400 പിക്സൽ എന്നുള്ള വിഡ്ത്ത് കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോക്കലി ഇമേജിനെ
കാണിക്കാൻ പറ്റും. അതേപോലെ നമുക്കൊരു എക്സ്റ്റേണൽ ഉള്ളൊരു ഇമേജിനെ പിന്നെ കംപ്ലീറ്റ് HTTP URL കൊടുത്തിട്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതും ആക്ച്വലി എത്തുന്നത് എവിടെയാണ്, ആ ഒരു സെർവറിലുള്ള ഒരു PNG ഫയലിൻ്റെ ഭാഗത്ത് തന്നെയാണ് എത്തുന്നത്. PNG ഓ JPG ഓ ഏത് ടൈപ്പ് ഓഫ് ഇമേജ് ആണെങ്കിലും പ്രശ്നമില്ല, ഫയൽ നെയിം കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള ഇമേജ് കാണിക്കുന്നത് നോക്കി. അതേപോലെ തന്നെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്കും. ഞാനിവിടെ ഇപ്പം യൂട്യൂബിൻ്റെ കീബോർഡിൻ്റെ യൂട്യൂബിൻ്റെ പേജാണിത്. അപ്പം ഇതൊരു എക്സ്റ്റേണൽ ലിങ്ക് ആണല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് href ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ കംപ്ലീറ്റ് പാത്ത് കൊടുത്തു. HTTPS അടക്കമുള്ള അവിടെ നമ്മൾ ഇമേജിനെ കൊടുത്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ടാർഗറ്റ് അങ്ങനെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ടാർഗറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ സെയിം ടാബിൽ സെൽഫ് ആണല്ലോ ഡിഫോൾട്ട്, സെൽഫ് ടാബ് തന്നെ ഓപ്പൺ ആവും. ടാർഗറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടാബിൽ ഓപ്പൺ ആവും. ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്നത് വന്നു. ഇവിടെ താഴെ കർസർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകേണ്ട പാത്ത് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ ആ പേജ് ഓപ്പൺ ആകുന്നുണ്ട്. നമുക്ക് ഇമേജിനാണെങ്കിലും ഹൈപ്പർ ലിങ്കിലാണെങ്കിലൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുള്ള നമ്മുടെ ഫോൾഡറിലുള്ള ഫയലിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ ഇമേജ് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എക്സ്റ്റേണലിലും കൊടുക്കാൻ പറ്റും. എക്സ്റ്റേണലാണെങ്കിൽ കംപ്ലീറ്റ് പാത്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ആങ്കർ ടാഗിൻ്റെ കേസിൽ കണ്ടൻ്റ് ആയിട്ട് ഇമേജ് ആവാം, ടെക്സ്റ്റ് ആവാം, പിന്നെ ഈ വീഡിയോ ആവാം, എന്താണെന്നുണ്ടെങ്കിലും അത് പിന്നെ നമുക്ക് ആങ്കർ ടാഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആങ്കർ ടാഗിൻ്റെ ടാഗ് വെച്ച് കണ്ട് കവർ ചെയ്താൽ മതി. എന്നിട്ട് അതിന് വേണ്ട എങ്ങോട്ടാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു href നമുക്ക് ഇട്ട് കൊടുത്താൽ മതി.